ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ബിജെപി ദേശീയ ഭാരവാഹി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,07,00,000 പിന്നിട്ടു. കേരളത്തിന് കൂടുതൽ കോവിഡ് വാക്സിൻ അനുവദിക്കണമെന്ന് മന്ത്രി കെ ശൈലജ. ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഭാഷാ ബഹുസ്വരതയെ പരിപോഷിപ്പിക്കുക എന്നത് പ്രമേയം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ജോക്കോവിച്ച് മെദ്വദേവ് പോരാട്ടം. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റിക്കെതിരെ ജംഷഡ്പൂർ FCക്ക് ജയം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ബിജെപി ദേശീയ ഭാരവാഹികളുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ദേശീയ ഭാരവാഹികൾക്ക് പുറമെ ബിജെപി സംസ്ഥാന പ്രസിഡന്റുമാർ, മറ്റ് പ്രമുഖർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് മുന്നോടിയായി ബിജെപി പ്രസിഡന്റ് JP നദ്ദയുടെ നേതൃത്വത്തിൽ ഇന്നലെ സംഘടനാ യോഗം ചേർന്നിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയും ചർച്ചയായി. പുതിയ കാർഷിക നിയമത്തിനെതിരായ കർഷകരുടെ പ്രതിഷേധവും അസം, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗത്തിലെ പ്രധാന വിഷയങ്ങളാണ്. അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും. അസമിലെ ധേമാജിയിൽ എണ്ണ, പ്രകൃതിവാതക മേഖലകളിലെ സുപ്രധാന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും. പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ റെയിൽവേ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. നോവാപാറയിൽ നിന്നും ദക്ഷിണേശ്വറിലേക്കുള്ള ഇരട്ടിപ്പിച്ച മെട്രോ റെയിൽ പാതയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. നിലവിലെ ഖാരിഫ് വിപണന കാലയളവിൽ നെല്ല് സംഭരണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 15.91% വർധനയുള്ളതായി കേന്ദ്ര സർക്കാർ. ഈ വർഷം ഇതുവരെ 651 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ഇതിൽ 202 ലക്ഷം മെട്രിക് ടൺ നെല്ലും പഞ്ചാബിൽ നിന്നാണ്. 94 ലക്ഷത്തോളം കർഷകർക്ക് താങ്ങുവിലയായി 1.22 ലക്ഷം കോടി രൂപ നൽകിയതായും കേന്ദ്രം അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ല് സംഭരണം നിലവിൽ തുടരുകയാണ്. മെട്രോ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ തമിഴ്നാട് സർക്കാർ കുറച്ചു. ടിക്കറ്റ് നിരക്കിന്റെ പരമാവധി തുക 70 രൂപയിൽ നിന്നും 50 ആക്കിയാണ് കുറച്ചത്. 2.5 കിലോമീറ്റർ യാത്രയ്ക്ക് 20 രൂപ നൽകിയാൽ മതിയാകും. എന്നാൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് 10 രൂപയായി തുടരും. പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ ആദ്യ കളിപ്പാട്ടമേള ഉത്തർപ്രദേശിൽ നടക്കും. ഈ മാസം 27 മുതൽ മാർച്ച് 2 വരെ വെർച്വലായാണ് മേള സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പരമ്പരാഗത കളിപ്പാട്ട നിർമ്മിതി പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് വാരണാസി മണ്ഡലത്തിലെ കളിപ്പാട്ട നിർമ്മാതാക്കൾ മേളയുമായി മുന്നോട്ട് വന്നത്. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,07,00,000 പിന്നിട്ടു. രോഗമുക്തി നിരക്ക് 97.27%. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 1.43 ലക്ഷം പേരാണ്. ആകെ രോഗബാധിതരുടെ 1.3% മാത്രമാണിത്. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളത് 58,606 പേർ. ഇന്നലെ 4,650 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,841 പേർ രോഗമുക്തി നേടി. ആകെ മരണസംഖ്യ 4,074 ആണ്. 7.05% രോഗസ്ഥിരീകരണ നിരക്ക്. കേരളത്തിൽ ഒരാഴ്ചയ്ക്കകം കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ 5%-ലധികം കുറവുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രോഗപ്രതിരോധത്തിന്റെ പ്രധാന മാർഗം വാക്സിനേഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന് കൂടുതൽ കോവിഡ് വാക്സിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ ശൈലജ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധന് കത്തെഴുതി. അവസരം നഷ്ടപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും അവസരം നൽകുക, മൂന്നാമത്തെ മുൻഗണനാ ഗ്രൂപ്പിന്റെ വാക്സിനേഷനായി കൂടുതൽ വാക്സിൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് കത്തിൽ ഉന്നയിച്ചത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രായമായ ജനസംഖ്യയുള്ളത് കേരളത്തിലാണ്. മൂന്നാമത്തെ മുൻഗണനാ ഗ്രൂപ്പായ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രജിസ്ട്രേഷനും വാക്സിനേഷനും സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം എത്രയും വേഗം മാർഗനിർദ്ദേശം നൽകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 3,36,327 ആരോഗ്യ പ്രവർത്തകരും 57,678 മുന്നണി പോരാളികളും ആദ്യത്തെ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും. LDFന്റെ വികസന മുന്നേറ്റ ജാഥ സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര തലസ്ഥാനത്തെത്തി ഇന്ന് തിരുവനന്തപുരത്ത് പര്യടനം തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലുമുള്ള ഉൾച്ചേർക്കലിന് ഭാഷാ ബഹുസ്വരതയെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. 1999 മുതലാണ് ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി യുനെസ്കോ അംഗീകരിച്ചത്. 1952 ഫെബ്രുവരി 21 അന്നത്തെ കിഴക്കൻ ബംഗാളിൽ മാതൃഭാഷയായ ബംഗാളി ഔദ്യോഗികമായി ഉപയോഗിക്കാനുള്ള അനുവാദം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിനോടുള്ള ഐക്യദാർഢ്യമായാണ് ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. 2015 മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യയിൽ മാതൃഭാഷാ ദിനം ആഘോഷിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രാലയങ്ങളും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സും ചേർന്ന് 4 ദിവസത്തെ വെർച്വൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ മലയാളം മിഷന്റെ നേതൃത്വത്തിൽ ഇന്റർനെറ്റ് വഴി ഭാഷാ പഠനം സാധ്യമാക്കാനായി ആവിഷ്കരിച്ചിട്ടുള്ള മലയാളം ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി A.K. ബാലൻ നിർവഹിക്കും. ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്കവേണം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 25-ന് പുതുച്ചേരി സന്ദർശിക്കും. ജിപ്മറിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. 490 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ക്യാമ്പസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതുച്ചേരിയിലെ തുറമുഖ പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെന്ന ലക്ഷ്യം മറികടക്കാൻ കേന്ദ്ര ബജറ്റ് സഹായകമാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ധനവില വർധന ആഗോള പ്രശ്നമാണെന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വില സംബന്ധിച്ച് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അവർ പറഞ്ഞു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലൂന്നിയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നതെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് സർക്കാർ മുൻഗണന നൽകുന്ന കാര്യം ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ നൊവാക് ജോക്കോവിച്ച് റഷ്യൻ താരം ഡാനിൽ മെദ്വദേവിനെ നേരിടും. ജോക്കോവിച്ചിന്റെ 18ാമതും ഡാനിൽ മെദ്വദേവിന്റെ 1ാമത്തേതും ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ഫൈനലാണിത്. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. പുരുഷ വിഭാഗം ഡബിൾസിൽ രാജീവ് റാം ജോ സാലിസ്ബറി ടീം ക്രൊയേഷ്യൻ സഖ്യം ഇവാൻ ഡോഡിക് സ്ലോവാക്യൻ താരം ഫിലിപ്പ് പോളാസെക് ടീമുമായി ഏറ്റുമുട്ടും. രാവിലെ 9:30-നാണ് മത്സരം. ഇന്നത്തെ വനിതാ സിംഗിൾസ് ജാപ്പനീസ് താരം നവോമി ഒസാക്ക 4ാം കിരീടം സ്വന്തമാക്കിയിരുന്നു. അമേരിക്കയുടെ ജെന്നിഫർ ബ്രാഡിയെയാണ് ഒസാക്ക പരാജയപ്പെടുത്തിയത്. സ്കോർ 6-4, 6-3. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FCക്ക് ജയം. മുംബൈ സിറ്റിയെ 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ FCയെ നേരിടും. രാത്രി 7:30-ന് ബംബോലിം സ്റ്റേഡിയത്തിലാണ് മത്സരം. 2015 ആണവ കരാറിൽ നിലവിലെ അംഗങ്ങളും അമേരിക്കയുമായും ഔദ്യോഗിക ചർച്ച നടത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ ശുപാർശയെ സംബന്ധിച്ച് പഠിച്ചു വരികയാണെന്ന് ഇറാൻ. വിഷയത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാനിയൻ ഉപവിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഫിലിപ്പൈൻസിൽ ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചുഴലിക്കാറ്റ് കനത്ത മഴയ്ക്കും മണ്ണിടിച്ചിലിനും വഴിവെക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരപ്രദേശത്തെ 12ഓളം നഗരങ്ങളിൽ നിന്നായി 12,700-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. ഫിലിപ്പൈൻസിൽ 20ഓളം ചുഴലിക്കാറ്റുകളാണ് പ്രതിവർഷം വീശിയടിക്കുന്നത്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടർന്നതായി റഷ്യ. ഇതു സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചതായി റഷ്യൻ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. BJP ദേശീയ ഭാരവാഹി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,07,00,000 പിന്നിട്ടു. കേരളത്തിന് കൂടുതൽ കോവിഡ് വാക്സിൻ അനുവദിക്കണമെന്ന് മന്ത്രി KK ശൈലജ. ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഭാഷാ ബഹുസ്വരതയെ പരിപോഷിപ്പിക്കുക എന്നത് പ്രമേയം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ജോക്കോവിച്ച് മെദ്വദേവ് പോരാട്ടം. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റിക്കെതിരെ ജംഷഡ്പൂർ FCക്ക് ജയം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി
ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.